സുകുമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കെവിൻ വന്ന് പ്രഭാവതിയോട് നന്ദനെ കെവിൻ്റെ ഫ്രണ്ട് മധുരയിൽ വെച്ച് കണ്ടെന്ന് പറയുമ്പം പ്രഭാവതി മധുരയ്ക്ക് അന്വേഷിച്ച് പോകണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, തനിക്ക് എന്താ പറ്റിയ പ്രഭ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ അത് പ്രഭാവതിക്ക് ഒട്ടും ഇഷ്ടമാവാണ്ട് പ്രഭാവതി ചന്ദ്രമതിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി വന്നതും പ്രഭാവതിയും ചന്ദ്രമതിയും കൂടെ കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റും കൂടി കൊടുക്കണമെന്നും പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പോകല്ലേ പ്രഭേ, ഞാനൊരു കാര്യം പറയാം, പോയ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ പ്രഭാവതി അതൊന്നും വകവയ്ക്കാതെ പോകാൻ തുടങ്ങാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചന്ദ്രമതിയോടും പറയുന്നുണ്ട്, ചന്ദ്രമതി പോകല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല സിദ്ധു, ഇനി സിദ്ധുവിൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രഭ പറഞ്ഞപ്പം അത് പ്രഭയുടെ സംശയമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ സിദ്ധുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും പ്രഭ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നന്ദനെ ഞങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകാമെന്നും പറഞ്ഞ് ഇവർ പോകാനൊരുങ്ങുമ്പം ഈ പ്രഭാവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, വിളിക്കുന്നത് എം എൽ എയുടെ നേതാവ് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ തടയാൻ വേണ്ടി വിളിക്കണേന്ന് പറയണു. അങ്ങനെ ഈ ചന്ദ്രമതി പറയുന്നുണ്ട്, പ്രഭ ഫോൺ എടുക്കുമെന്ന് പറയുമ്പം ഇല്ല ചന്ദ്രമതി, ഞാൻ ഫോൺ എടുക്കൂല, എന്തായാലും നമുക്ക് പോകാമെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ ഫോൺ ബലമായിട്ട് മേടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം വീഡിയോ കോളാണെന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തതും ചന്ദ്രമതി കാണുന്നത് വീഡിയോ കോളിൽ നന്ദനെയാണ്. അത് കണ്ടതും ചന്ദ്രമതി ആകെ ഷോക്കായിട്ട് പ്രഭാവതിനെ അത് കാണിച്ചു കൊടുത്തതും പ്രഭാവതി മോനെ നന്ദാന്നും പറഞ്ഞ് കരയണ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അമ്മ കരയണ്ട, എനിക്കൊരു കുഴപ്പമില്ല അമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പം എന്താ മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാനൊരു സ്ഥലത്ത് സുരക്ഷിതനായിട്ടുണ്ട്, അതോർത്ത് അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ടാന്ന് പറയണു. പിന്നീട് നമ്മളുടെ ദേവിക വീഡിയോ കോളിൽ വരുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മ സമാധാനമായിട്ടിരിക്കുക, നന്ദുവിന് ഒരു കുഴപ്പമില്ല, ഞാൻ നന്ദുവിൻ്റെ കൂടെയുണ്ട്, അമ്മ എന്തായാലും ടെൻഷൻ ആവണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടായിരുന്നോ ഈ നാടകം എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അച്ഛനും ദേവിക്കും ഹരിയങ്കളിനൊക്കെ അറിയായിരുന്നു, അവരെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഒരുക്കിയത്, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും അമ്മേ, അതുവരെയും അമ്മ സമാധാനമായിട്ടിരിക്കുന്നു. അങ്ങനെ ഫോൺ വെച്ചതും സിദ്ധാർത്ഥനോട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സിദ്ധുവിന് സത്യങ്ങളൊക്കെ അറിയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ സത്യങ്ങൾ അറിയാമായിരുന്നു, പക്ഷേ ഞാൻ തന്നോട് പറഞ്ഞില്ല എന്നുള്ളൂ, എന്നിട്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചെന്തിനാന്ന് ചോദിക്കുമ്പം എന്നാലും തനിക്ക് മനസ്സിലാക്കാമല്ലോ, ഞാൻ അവൻ്റെ അച്ഛനല്ലേ, എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടെന്ന് അറിയില്ലേ, നന്ദനും വന്നോളും, കുഴപ്പമൊന്നുമില്ല, നന്ദനൊരാപത്തും പറ്റിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ തനിക്കത് മനസ്സിലാക്കാൻ പാടില്ല. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും നന്ദന് കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രഭയ്ക്ക് സമാധാനമായില്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളിയാണെങ്കിൽ ഫോണിലിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ദേവിക ഇവിടെ എങ്ങോട്ടൊക്കെ ഓടിപ്പായുന്നുണ്ട്, ചോദിക്കുന്നതിനൊന്നും വ്യക്തമായ ഒരു മറുപടി ഒന്നുമില്ലാന്ന്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ദേവിക അങ്ങോട്ട് വന്നിട്ട് മുരളിയോട് പറയുന്നുണ്ട്, മുരളിയേട്ടനെ അകത്തേക്ക് വാ, മുരളിയേട്ടനെ അകത്തൊരാൾ അന്വേഷിക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഇല്ല ദേവിക, ഞാൻ വരുന്നില്ല, നമുക്ക് പോകണമെങ്കിൽ പോകാം, ദേവിക വാന്ന് പറയുമ്പം അല്ല മുരളിയേട്ട, അകത്തൊരാൾ നോക്കിയിരിക്കുക, അയാളെ കാണാതെ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുമ്പോൾ പിന്നെ മുരളിയാണെങ്കിൽ മനസ്സോടെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അന്നേരം അവിടെ എസ്തപ്പാനെ കണ്ടത് മുരളിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുരളി കണ്ടിട്ട് എസ്തപ്പാനോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾ വന്നപ്പം 2-3 ദിവസത്തിനുള്ളിൽ നന്ദനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ നന്ദനെ കണ്ടുപിടിക്കാത്ത, ഇപ്പോൾ എത്ര ദിവസമായി നന്ദനെക്കുറിച്ച് ഒരു വിവരം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, ആരാ പറഞ്ഞാൽ കണ്ടുപിടിച്ചില്ല എന്ന്. ആ സമയത്ത് മുരളിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. മുരളി ഈ എസ്തപ്പാൻ്റെ നേരെ നോക്കുമ്പോൾ അങ്ങോട്ട് നോക്ക്, നന്ദനാണോ നിൽക്കണേന്ന്. അങ്ങനെ മുരളി നോക്കുമ്പോൾ നന്ദനെ അവിടെ കണ്ടതും മുരളിക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റണില്ല. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, നീ സംശയിക്കണ്ടാ, ഇത് ഞാൻ തന്നെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം എന്നെ കാണാതായില്ലേ, ആ സമയം മുതൽ ഞാൻ ഇവിടെയായിരുന്നു, എന്തായാലും ഇതെല്ലാവർക്കും അറിയായിരുന്നു എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അപ്പോൾ എന്നിൽ നിന്നാണ് ഇത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ടനിൽ നിന്ന് ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചതാണ്, എന്തായാലും രഹസ്യം അധികം പുറത്ത് പോകണ്ടെന്ന് കരുതി. പിന്നെ അച്ഛനും ദേവികയ്ക്കും അതുപോലെ ഗിരീഷേട്ടനും എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നെ മുരളിയേട്ടന് എന്നോട് ദേഷ്യം ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും സത്യങ്ങൾ അമ്മ അറിഞ്ഞതുപോലും ഇപ്പോഴാണ്, അതുകൊണ്ട് മുരളിയേട്ടനിൽ നിന്ന് മറച്ചു വെച്ചതിന് മുരളിയേട്ടൻ വിഷമിക്കണ്ടെന്ന് പറയുന്നത്. അന്നേരം മുരളി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ദേവിക, നന്ദന് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഹാപ്പി അല്ലേടാന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതേ മുരളി, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കണം, നീ എന്നാ വീട്ടിലോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ക്ലിയർ ആവാനുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ മുരളി നന്ദനുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇതെനിക്ക് സ്വന്തം വീട് പോലെയാന്ന് പറയുമ്പം എസ്തപ്പാനൊക്കെ പറയുന്നുണ്ട്, എന്തായാലും കേസും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞതും ഈ ദേവികയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. അതാണ് നമ്മുടെ മുരളിയാണെങ്കിൽ ശ്രദ്ധിക്കണമുണ്ട്.
ആ സമയത്ത് നന്ദൻ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി ആണെങ്കിൽ രാധികേനോടും മാധവനോടും നല്ല ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നന്ദമോനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ ഞാനിവിടുന്ന് പോകില്ല, ഞാനിവിടെ ഉപവാസം ഇരിക്കാൻ പോകാമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. ശാരിക വന്നതും എന്താ ആൻറ്റിയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം എനിക്ക് നന്ദമോനെ കണ്ടു കിട്ടാതെ ഞാനിവിടുന്ന് പോകില്ല എന്ന് പറയുന്ന സമയത്ത് എന്തായാലും ആൻറ്റി ഈ ഫോണൊന്ന് വാങ്ങി സംസാരിക്കുന്നു പറയണു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, എനിക്ക് ഫോൺ വാങ്ങാനും സംസാരിക്കാനൊന്നും പറ്റില്ല, ഞാനെന്തിനാ ഫോണിൽ സംസാരിക്കണേ, എന്തായാലും വിളിക്കുന്നത് DYSP ആൻറ്റി സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയണം. അന്നേരം ഈ ഭാർഗവിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. DYSP എന്തിനാ എന്നെ വിളിക്കണേന്ന് ചോദിക്കുമ്പം ആൻറ്റി ഇവിടെ വന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കണതുകൊണ്ടായിരിക്കും, എന്തായാലും ആൻറ്റി ഇപ്പോൾ ഫോൺ മേടിക്കുക, ആൻറ്റിക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ ഇപ്പോൾ ഇവിടെ സത്യാഗ്രഹം ഒന്നും ഇരിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ പരുങ്ങണ സമയത്ത് ശാരിക പറയുന്നുണ്ട്, വിളിക്കുന്നത് MLAയുടെ ഭർത്താവ് ആൻറ്റിയുടെ മോൻ, എന്തായാലും ഫോൺ എടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഈ ഭാർഗവിക്ക് ശാരിക ഫോൺ കൊടുത്തതും വേഗം തന്നെ ഭാർഗവി മുരളിയാന്ന് കണ്ടിട്ട് ഫോൺ വാങ്ങിയിട്ട് എന്താ മുരളി എന്താ ഈ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അതമ്മേ ഒരു കാര്യമുണ്ട്, നന്ദൻ ഇവിടെ ഉണ്ട്, നന്ദനും ഒരു കുഴപ്പമില്ല എന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, നേരാണോ, നീ ഇതെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ നന്ദൻ്റെ അടുത്തുണ്ട്, ഞാനും നന്ദനുമായിട്ട് ഇപ്പോൾ സംസാരിച്ചുള്ളൂ, നന്ദനും ഒരു പ്രശ്നമില്ല, അമ്മ സമാധാനമായിട്ടിരിക്കുന്നു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടാണോ ഞങ്ങളോട് നിന്ന് മറച്ചു വെച്ചത്, ഇത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കൂലായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ചേച്ചി നന്ദേട്ടൻ്റെ അടുത്തുണ്ട്, നന്ദേട്ടന് ഒരു കുഴപ്പമില്ല, അന്നൊരു എസ്തപ്പാൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നില്ലേ, അയാളുടെ വീട്ടിലാണ് ഇപ്പോൾ നന്ദേട്ടൻ താമസിക്കുന്നതെന്ന്. ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, നേരാണോ മോളെ, മോള് പറഞ്ഞത് സത്യമാണോ, മോളോട് ഇപ്പോൾ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ചേച്ചിയായിട്ട് സംസാരിച്ചിരുന്നു, ചേച്ചി എന്നോട് പറഞ്ഞതെന്ന്. അന്നേരം മാധവൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നിയായിരുന്നു മോളുടെ സന്തോഷവും നടപ്പൊക്കെ കണ്ടപ്പം നന്ദന എവിടെയാണെന്ന് മോൾക്ക് അറിയായിരിക്കുമെന്ന്. ആ സമയത്ത് രാധികയാണെങ്കിൽ ഈ മാധവനെ പുച്ഛിക്കുന്നുണ്ട്. ആ സമയം ഭാർഗവി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിവരങ്ങൾ അറിഞ്ഞില്ലേ, നന്ദമോനെ കണ്ടുപിടിച്ചു എന്ന്. ആ സമയം രാധിക പറയുന്നുണ്ട്, ഭാർഗവി, ശാരിക ഇപ്പോൾ പറഞ്ഞോളൂ, എന്തായാലും പ്രഭകുഞ്ഞിൻ്റെ ആദ്യം തീർന്നല്ലോ, പ്രഭകുഞ്ഞ് ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഏത് നേരം നന്ദനെ കണ്ടില്ല എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നടക്കുമായിരുന്നു, ഇനി പ്രഭകുഞ്ഞിന് സമാധാനമായിട്ടിരിക്കാമല്ലോ. പിന്നീട് ശാരികയോട് ചോദിക്കുന്നുണ്ട്, നന്ദമോൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പണ്ടൊരു ഗുണ്ട ഉണ്ടായിരുന്നില്ലേ എസ്തപ്പാൻ, അയാളുടെ വീട്ടിലാണ്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എസ്തപ്പാൻ്റെ വീട്ടിലാണോ, എന്നാൽ ഒരു പ്രശ്നമില്ല, എസ്തപ്പാൻ നന്ദമോനെ നോക്കിക്കോളൂന്ന്. പിന്നീട് ഈ എസ്തപ്പാൻ ഈ ത്യാഗരാജനെ തട്ടിക്കൊണ്ടു വന്ന കാര്യവും ത്യാഗരാജനെ ഈ ഭാർഗവിയും എസ്തപ്പാനും ചേർന്ന് നല്ലോണം തല്ലി ചതച്ച കാര്യവും എല്ലാം ഭാർഗവി ഓർക്കുന്നുണ്ട്. എസ്തപ്പാൻ്റെ വീട്ടിലാണെങ്കിൽ നമുക്കിനി ഒന്നും പേടിക്കാനില്ല, നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, നന്ദമോൻ ഒരാപത്തും വരില്ല എന്നും പറഞ്ഞ് ഭാർഗവി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയും ശാരികേനെയാണ്. ഗിരീഷിനോട് ശാരിക പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും നല്ലോണം അഭിനയം പഠിച്ചേർന്നു, രജനിയുടെ അടുത്തും അതുപോലെ പ്രഭാവതി മേഡത്തിൻ്റെ അടുത്തും വീട്ടിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്തെല്ലാം ഞാനും അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഗിരീശൻ പറയുന്നുണ്ട്, അതെന്തായാലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ, എന്തായാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് അതിൻ്റേതായ ഗുണം കിട്ടിയില്ലേന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, എന്ത് ഗുണം, ഇനിയിപ്പോൾ ചേച്ചി എന്തായാലും നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ആ സമയത്ത് ഗിരീശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ശാരി, എന്തായാലും ദേവിക നന്ദനോട് ക്ഷമിക്കുമായിരിക്കും എന്ന് പറയുമ്പം അത് ഗിരീഷേട്ടന് വെറുതെ തോന്നണതാ, ചേച്ചി പഴയ ചേച്ചിയൊന്നുമല്ല, ചേച്ചി മാറിക്കഴിഞ്ഞു, എന്തായാലും ഇനി നന്ദേട്ടനെ വിശ്വസിച്ച് ചേച്ചി ജീവിക്കുകയൊന്നുമില്ല, എനിക്കും ആഗ്രഹം അത് തന്നെയാണ്, നന്ദേട്ടൻ്റെ കൂടെ ഇനി ചേച്ചി ജീവിക്കരുത്, എല്ലാ അപമാനവും ഏറ്റുവാങ്ങി ചേച്ചി എന്തിനാ നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കണേന്ന് ചോദിക്കുമ്പോൾ ദേവികയ്ക്ക് നന്ദനോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുമ്പം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നന്ദേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ ചേച്ചി നിൽക്കണമെന്നുള്ളൂ, അല്ലാതെ മുന്നോട്ട് ചേച്ചി നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഗിരീഷേട്ടന് വേണ്ടാന്ന്. അതൊക്കെ നമുക്ക് പതിയെ ശരിയാക്കി എടുക്കാം, ഇനിയിപ്പോൾ എന്തായാലും നന്ദേട്ടൻ വരാൻ കുറച്ച് ദിവസം കൂടി പിടിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, ഹരിസാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നന്ദൻ വീട്ടിലോട്ട് വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയാണ്. ദേവികയും മുരളിയും എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം എസ്തപ്പാനൊക്കെ പറയുന്നുണ്ട്, നിൽക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പം വേണ്ട, ഊണ് കഴിക്കാനൊന്നും നിൽക്കണില്ല, ഞങ്ങൾ എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ നന്ദു പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട, ഈ റൂമിൽ തന്നെ ഇരുന്നോ, ഞങ്ങൾ പോണ സമയത്തും വെളിയിലേക്ക് ഇറങ്ങി വരുമൊന്നും വേണ്ട, എന്തായാലും നന്ദുവിൻ്റെ പുറകെ തന്നെ ആളുകളുണ്ട്, അത് ആരാന്നൊന്നും അറിയില്ല, അതും കൂടിയും കണ്ടുപിടിച്ചിട്ട് വേണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഈ മുരളിയും ദേവികയും ഈ എസ്തപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുന്ന സമയത്ത് നന്ദനാണെങ്കിൽ അകത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ എസ്തപ്പാൻ്റെ വീടിൻ്റെ അങ്ങോട്ട് ഒരാക്രി പറക്കണ കോലത്തിൽ ഒരാൾ ചാക്കുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ദേവികയും മുരളിയും കാറിലേക്ക് കയറണ കാണുന്നതും അയാൾ വേഗം തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്.
ഇതേസമയം ദേവിക എസ്തപ്പാനൊന്നും ഇയാളെ കാണുന്നില്ല. ദേവികയൊക്കെ കാറിൽ കയറി കാറും കൊണ്ട് വരാൻ തുടങ്ങിയതും അയാൾ വേഗം തന്നെ ആക്രി സാധനങ്ങൾ പറക്കണത് പോലെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി ചാക്കിലോട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവികയുടെ കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞതും അയാൾ വേഗം തന്നെ പതുങ്ങി ഈ എസ്തപ്പാൻ്റെ വീടിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. എസ്തപ്പാൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ട് അയാൾ എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പം നമ്മളുടെ എസ്തപ്പാൻ അയാളെ കാണുന്നുണ്ട്. കൈയോടുകൂടി അയാളെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നന്ദൻ്റെ വനവാസമൊക്കെ കഴിഞ്ഞ് നന്ദൻ പുറത്തേക്ക് ഇറങ്ങുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മളുടെ ദേവികയുടെ പ്ലാൻ അനുസരിച്ച് അരുന്ധതിയും CP എല്ലാവരും ഭയന്ന് വിറച്ച് മുന്നോട്ട് പോകുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.